2013 പോളണ്ടിലെ ലെഗ്നിസായിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. തറയിൽ വീണ തിരുവോസ്തിയിൽ നിന്നും തിരുരക്തത്തുള്ളി പുറത്തേക്കൊഴുകി. 2013 പോളണ്ടിലെ ലെഗ്നിസായിൽ ക്രിസ്മസ് ദിനത്തിൽ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് കാർമികന്റെ കയ്യിൽ നിന്നും ഒരു തിരുവോസ്തി താഴെ വീണു. അദ്ദേഹം ഉടനെ തന്നെ തിരുവോസ്തി തിരിച്ചെടുക്കുകയും കത്തോലിക്ക സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തിരുവോസ്തി അലിയിച്ച് കളയുന്നതിനായി അതിലിട്ട് വയ്ക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പാത്രം തുറന്നു നോക്കിയപ്പോൾ തിരുവോസ്തി വെള്ളത്തിൽ അലിയാതിരിക്കുന്നതായും തിരുവോസ്തിയോട് ചേർന്ന് ഒരു രക്തത്തുള്ളി രൂപപ്പെട്ടിരിക്കുന്നതായും കാണപ്പെട്ടു. 3 വർഷത്തോളം ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് സഭയും ശാസ്ത്രവും പഠനം നടത്തി. സിസൈനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിനും മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്റോപതോളജി വിഭാഗവും പരീക്ഷണ ശേഷം എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇങ്ങനെയായിരുന്നു. ലഭിച്ച തിരുവോസ്തിയുടെ സാമ്പിൾ മനുഷ്യപേശികളുടെ ഭാഗമാണ്. ഇവ കടുത്ത വേദന സഹിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. 2016 ജനുവരിയിൽ ലെഗ്നിസായിലെ മെത്രാൻ വിവരങ്ങളെല്ലാം റോമിലെ വിശ്വാസ തിരുസംഘത്തിന് കൈമാറി. ഏപ്രിൽ മാസം പരിശുദ്ധ സിംഹാസനം ഈ അത്ഭുത തിരുവോസ്തി പരസ്യ വണക്കത്തിനായി വെക്കാൻ ഒരു സ്ഥലം കണ്ടെത്താൻ മെത്രാനോട് ആവശ്യപ്പെട്ടു. അവിടുത്തെ ആർച്ച് ബിഷപ്പ് എഡ്വേർഡ് ഒസ്സൊറാസ്കി ലെഗ്നിസയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: യേശുക്രിസ്തുവിൻ്റെ ശരീരം മാനുഷിക ഇന്ദ്രിയങ്ങൾക്ക് അനുഭവമായി രൂപാന്തരപ്പെട്ടു. അത് ലെഗ്നിസായിൽ സംഭവിക്കുകയും ചെയ്തു. ലെഗ്നിസായിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ മരണവേദന അനുഭവിച്ച ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ് പരിശുദ്ധ കുർബാന എന്നരുളി ചെയ്ത ഈശോയെ. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടെത്താൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.